ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വർക്ക് സോളാർ പാനൽ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. സോളാർ പാനൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത്രയും പ്രൊഡക്ഷൻ കുറയുമോ? ഒരു 5 കിലോവാട്ട് സിസ്റ്റമാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഏകദേശം 650 വാട്ട്സ് ആണ് ഇപ്പോൾ പ്രൊഡക്ഷൻ ഉള്ളത്. KCBയിൽ നിന്ന് ബില്ല് വന്നപ്പോഴാണ് സോളാർ പ്രൊഡക്ഷൻ കുറവാണെന്നുള്ള കാര്യം വീട്ടുകാർക്ക് മനസ്സിലായത്. ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം അതുപോലെ തന്നെ 2 കിലോവാട്ടിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഈ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോളാർ പാനൽ ക്ലീൻ ചെയ്യുമ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ള പല അഭിപ്രായങ്ങളും ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു പാനൽ ക്ലീൻ ചെയ്യാൻ നമ്മൾ നോർമലി കമ്പനി പറയുന്ന ഒരു മെത്തേഡിലേക്ക് പോയാൽ നമുക്ക് സാധിക്കില്ല. കമ്പനി പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇയർലി 2-3 പ്രാവശ്യം ക്ലീൻ ചെയ്യുന്ന പാനലുകൾക്ക് മാത്രം ബാധകമാണ്. ഇതുപോലെ വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാത്ത പാനലുകൾക്ക് നമ്മൾക്ക് ഒരിക്കലും സ്പോഞ്ചോ അതുപോലെ തന്നെ മൈക്രോഫൈബർ ക്ലോത്തോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ വർഷത്തിൽ 2-3 തവണ നിർബന്ധമായിട്ട് പാനൽ വാഷ് ചെയ്യണം. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോളാർ പാനലുകളിൽ സ്പ്രിംഗ്ലർ വെച്ചിട്ടുള്ള ക്ലീനിങ് മെത്തേഡുകൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ്ലർ വെച്ചിട്ട് നമ്മൾ യഥാക്രമം അത് ചെയ്തില്ലെങ്കിൽ വീണ്ടും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇവിടെ ഇത് ഇപ്പോൾ കാണുന്നത് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ പാനലാണ്. ഇത്തരത്തിൽ അഴുക്ക് പിടിച്ചിട്ടുള്ള പാനലുകൾ ക്ലീൻ ചെയ്യാൻ നമുക്ക് വേറെ കെമിക്കൽ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന സോളാർ പാനൽ വാഷിംഗ് ലിക്വിഡുകൾ ഇത്തരത്തിലുള്ള കറകൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നോർമൽ വാഷിങ്ങിനുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പാനലുകൾ വാഷ് ചെയ്യുന്നതിന് മൾട്ടിപർപ്പസ് ഷാമ്പു ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ രാവിലെ വന്ന സമയത്ത് ഉള്ള നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഏകദേശം 600 വാട്ട്സ് മാത്രമായിരുന്നു പ്രൊഡക്ഷൻ. ചെറിയൊരു വെയിലത്തുള്ള പ്രൊഡക്ഷനാണ് ഇത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.